ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൻ്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ രാഘവനുണ്ണി രാവിലെ തന്നെ പത്രം വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓരോരോ ന്യൂസ് ഇങ്ങനെ വായിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരി വക്കീലെടുത്ത് ഞാൻ 7:30 വരണമെന്ന് പറഞ്ഞാൽ ആ ഹരി വക്കീൽ എവിടെ പോയി കിടക്കുവാണോ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുക. നന്ദിനി ഒരു ചായ, എത്ര നേരം ചായ പറഞ്ഞു, ഈ വീട്ടിലെന്താ ആരുമില്ലേ? നന്ദിനി ഒരു ചായ കൊണ്ടുവരൂ എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ടുകൊണ്ട് ഉള്ളിൽ അഞ്ജലി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അഞ്ജലി കേൾക്കുമ്പോഴേക്കും രാഘവണ്ണി ചായ എത്ര നേരം ചായക്ക് വേണ്ടി ബഹളം ഉണ്ടാക്കുന്നു, ചായ എവിടെ എന്നിങ്ങനെ ചോദിച്ച് ബഹളം ഉണ്ടാക്കുന്ന കാണുമ്പോഴേക്കും അഞ്ജലി വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫ്ലാസ്കിൽ നിന്ന് ഒരു കപ്പ് ചായ എടുത്തിട്ട് നേരെ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ അടുത്തേക്ക് പോവാട്ടോ. ചായ എന്ന് പറഞ്ഞിട്ട് നീട്ടുമ്പോഴേക്കും രാഘവന് മുഖം നോക്കുന്നില്ല, ചായക്കപ്പ് മാത്രമേ നോക്കുന്നുള്ളൂ. ചായക്കപ്പ് മേടിക്കുന്നുണ്ട്. എന്താ നന്ദിനി ഇത്, എത്ര നേരം ഞാൻ ചായ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുഖം ഉയർത്തി നോക്കുമ്പോഴാണ് അഞ്ജലിനെ കാണുന്നത് കേട്ടോ. അഞ്ജലിനെ കാണുമ്പോൾ തന്നെ രാഘവനെ നീയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇവിടെ വേറെ ആരുമില്ലേ എന്ന് രാഘവനോട് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അഞ്ജലി പറയണ്ട്, അവരാരും ഇവിടെ ഇല്ല, അമ്പലത്തിൽ പോയി എന്ന് പറയുമ്പോൾ രാഘവന് പറയണ്ട, അത് ശരിയാണ്, ഇന്ന് രാവിലെ കുടുംബക്ഷേത്രത്തിൽ പോകുന്ന കാര്യം അവരെന്നോട് പറഞ്ഞിരുന്നു. കൊള്ളാം, നല്ല ചായ. എന്തായാലും ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ നിന്റെ ഉള്ളിൽ കയറിയെന്ന് ഞാൻ വിശ്വസിക്കണത്, അല്ലെങ്കിൽ നീ രാവിലെ ചായ എടുത്തോണ്ട് ഇങ്ങോട്ട് വരില്ലല്ലോ. എന്താ അഞ്ജലി, ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായല്ലോ അല്ലെ? ഈ ശംഖുചക്രത്തിൽ ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കി പഠിച്ചേ പറ്റൂ. അപ്പോ അത് ഓരോന്നോരോന്നിട്ട് പഠിച്ചു തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കണം. ബോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് രാഘവനുണ്ണി. അത് കണ്ടിട്ട് നമ്മുടെ അഞ്ജലിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അഞ്ജലി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വീണ്ടും അവിടെ തന്നെ പോയി ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം പിന്നീട് കാണിക്കണം നമ്മുടെ ഹരിവക്കീലിനെയാണ്. ഹരിവക്കീല് വേഗം തന്നെ രാഘവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സർ, എന്താണോ ഹരിവക്കീലെ, തന്നോട് 7:30 വരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പൊ സമയം 8:30 ആയല്ലോ. തന്റെ നാട്ടിലേക്ക് എന്താണോ 8:30 7:00 എന്ന് പറയുന്നത്? സോറി സർ, കുറച്ച് താമസിച്ചു പോയി സർ. നമ്മുടെ ബാർ അസോസിയേഷന്റെ ആൾക്കാർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് അഞ്ജലി പത്മ കേസിൽ എന്തോ വലിയൊരു പ്ലാനിങ് നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അഞ്ജലി എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് പത്മ കേസ് ജയിക്കാനുള്ള പുറപ്പാടാണ് സർ എന്ന് പറയുമ്പോഴേക്കും അപ്പൊ അഞ്ജലി എന്തോ വലുതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടല്ലേ? ഉണ്ട് സർ, എന്തൊക്കെയോ അവൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. അതെ, ഞാൻ തന്ന ഫയലും കാര്യങ്ങളൊക്കെ താൻ ജാസ്മിനെ ഏൽപ്പിച്ചോ? അതിന് വേറെ തിരുത്തും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ? ഇല്ല സർ, അതൊക്കെ ഞാൻ ജാസ്മിനെ ഏൽപ്പിച്ചോളാം. എങ്കിലേ നമുക്കൊരു ചായ കുടിച്ചാലോ? അതെ, ഒരു ചായ കൂടി വേണമല്ലോ. അതെ, ഒരു ചായയും കൂടി വേണോന്ന് എന്ന് അകത്ത് നോക്കി പറയാണ് രാഘവനുണ്ണി. അഞ്ജലി ഒരു കപ്പ് ചായ എന്നിങ്ങനെ പറയാണ്. അഞ്ജലി ഇയാൾക്ക് ചായ കുടിച്ചാൽ മതിയായില്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു കപ്പ് ചായ എടുക്കാണ്. എന്നിട്ട് രാഘവനുണ്ണി ചിരിച്ചോണ്ട് പറയണ, ഹരിവക്കീലെ താൻ വെയിറ്റ് ചെയ്യണോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് ഒരു കപ്പ് ചായ ആയിട്ട് അഞ്ജലി വരുവാട്ടോ. അഞ്ജലിനെ കാണുമ്പോൾ ഹരിവക്കീലാകെ ഷോക്കാവാണ്. ഹരിനെ കാണുമ്പോൾ അഞ്ജലിയും ഷോക്കാവുണ്ട്. അഞ്ജലി പണ്ടത്തെ ഒരു കാര്യം ആലോചിക്കാണ്. മുമ്പ് കൈക്കൂലി തരാം, രാഘവനുടെ കൂടെ നിൽക്കാവോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹരിവക്കീൽ അഞ്ജലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് അഞ്ജലി എന്തൊക്കെയാ പറഞ്ഞത്? തല പോയാലും രാഘവനുടെ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഹരിവക്കീൽ ആലോചിക്കാട്ടോ. അത് ആലോചിച്ചിട്ട് ഹരി അഞ്ജലിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കാണ്. ആ സമയത്ത് രാഘവനുണ്ണി പറയുന്നുണ്ട്, എന്താണോ ഹരിവക്കീലെ, ചായ കൂടെ കൊണ്ടുവരും, എനിക്കാണ് ചായ എന്ന് പറഞ്ഞിട്ട് ആ ചായക്കപ്പ് മേടിക്കുകയാണ്. എന്നിട്ട് അതിന് കുറച്ച് ചായ നമ്മുടെ രാഘവനുണ്ണി കുടിക്കേണ്ട. ഇതെന്ത് ചായ? വാട്ടച്ചായ, കടുപ്പവും ഇല്ല, പാലും ഇല്ല, വെള്ളം മാത്രമുണ്ട്, വാട്ടച്ചായ എന്ന് പറഞ്ഞിട്ട് അത് മുറ്റത്തേക്ക് എടുത്ത് ഒഴിക്കാട്ടോ. എന്നിട്ട് ആ കപ്പ് മുറ്റത്തെ എറിഞ്ഞു പൊട്ടിക്കുകയാണ്. എന്നിട്ട് അഞ്ജലി എടുത്ത് പറയുന്നുണ്ട്, അതെ, ഇവിടെ ചായ നിനക്ക് മര്യാദക്ക് ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ലേടി പെണ്ണെ, മര്യാദക്ക് ചായ ഉണ്ടാക്കി പഠിക്കാതെ. അല്ല പിന്നെ ഹരിവക്കീലെ, തനിക്ക് ആളെ മനസ്സിലായല്ലോ. മുമ്പ് വലിയൊരു വക്കീലുണ്ടായിരുന്നല്ലോ, ശിവരാമകൃഷ്ണൻ. ആ ശിവരാമകൃഷ്ണൻ എന്ന് പറഞ്ഞ വലിയ വക്കീലിന്റെ വലിയ മകളാണ് ഇത്, അഡ്വക്കേറ്റ് അഞ്ജലി. ഇപ്പൊ എന്റെ അടക്കളയിൽ ഇട്ടുവട്ടത്തൊക്കെ പോയി നടക്കുന്നു. അഞ്ജലി അറിയാലോ, ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ആരുമില്ല, വായിക്ക് രുചിയായിട്ട് ചോറും കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, പോയി ഉണ്ടാക്ക് എന്ന് പറഞ്ഞിട്ട് ആട്ടുവിടാണ് അഞ്ജലിന്. അഞ്ജലി ആകെ വിഷമിച്ച് അവിടെ നിന്ന് നേരെ അകത്തേക്ക് കയറി പോവാട്ടോ. അപ്പൊ ഹരിവക്കീൽ പറഞ്ഞു, സാർ ഇതെന്തും അറിവായോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല? അഡ്വക്കേറ്റ് അഞ്ജലി, അതായത് പേര് കേട്ട അഡ്വക്കേറ്റ് അഞ്ജലി ഇപ്പോ എന്റെ വീട്ടിലെ ദാസപ്പണിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയുന്നു എന്നിങ്ങനെ പറയാണ്. താനെ ഒരു കാര്യം ചെയ്യും, ആ ബാർ അസോസിയേഷനിൽ പോട്ടെ, ഇതൊന്ന് കരക്കമ്പിയായിട്ട് എല്ലാവരുടെ ചെവിയിൽ എത്തിക്കേ, എല്ലാവരും ഈ സംസാരം വിഷയം ഒന്ന് ആഘോഷമാക്കട്ടെ. ശരി സർ, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഹരിവക്കീൽ ചിരിച്ചുകൊണ്ട് നേരെ അവിടെ നിന്ന് പോകാണ്. രാഘവനുണ്ണി വീണ്ടും പത്രമൊക്കെ വായിച്ച് അവിടെ അങ്ങ് ഇരിക്കാട്ടോ. അഞ്ജലി അകത്തിരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് രാഘവനുണ്ണി ചെയ്ത ആ അപമാനമൊക്കെ ആലോചിച്ചിട്ട്.
പിന്നീട് കാണിക്കുന്നത് കാവ്യനെ കേട്ടോ. കാവ്യ അനുപമ എടുത്ത് പറയുന്നുണ്ട്, നോ 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 നോ, ഒരിക്കലുമില്ല, എനിക്കിനി ആ അർജുന വേണ്ട. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ കൂടെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇത് ആ അഞ്ജലിയുടെ കൂടെയാ, എനിക്കിനി അവന് ഒരു ആവശ്യമില്ല. അവളുടെ കൂടെ കയറി കിടന്നുറങ്ങി അവനെ എനിക്കിനി എന്തിനാണ്, എനിക്കതിന്റെ ഒരു ആവശ്യമില്ല എന്ന് പറയുമ്പോ അനുപമ പറയുന്നുണ്ട്, യെസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാവ്യ, പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്റെ കാര്യങ്ങൾ നീ എന്ത് ആവശ്യപ്പെട്ടാണ് സാധിച്ചിരുന്നത്. നിന്റെ ഒരു അച്ഛനാണ് നിന്റെ കൂടെ ഉള്ളത്, അതെ, അച്ഛന് ഞാനെന്ന് വെച്ചാൽ ജീവനാണ്, അതെ, ആ നീ പറഞ്ഞു കഴിഞ്ഞാൽ അർജുന നിനക്ക് വീണ്ടും നേടിത്തരും നിന്റെ അച്ഛൻ. അതിന് എനിക്ക് അവൻ എന്തിനാണ്, എനിക്ക് അവന്റെ ആവശ്യമില്ല. ശരിയാ, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. നോക്ക്, അഞ്ജലി എങ്ങാനും മരിച്ചു പോയി കഴിഞ്ഞാൽ, ഇല്ലാതായി കഴിഞ്ഞാൽ കുറച്ചുനാൾ അർജുൻ സങ്കടപ്പെട്ട് കഴിയുമായിരിക്കും. പിന്നീട് അവനെ വീട്ടുകാർ നിർബന്ധിച്ച് വീണ്ടും നിന്റെ കാൽക്കൽ കൊണ്ട് ഇടും, നിന്റെ വിവാഹം കഴിക്കണമെന്ന് പറയും. അവൻ വിവാഹം കഴിക്കാൻ വേണ്ടി കതിർ മണ്ഡപത്തിൽ വീണ്ടും വരും. ആ സമയത്ത് നാട്ടുകാരുടെ, വീട്ടുകാരുടെ, കുടുംബക്കാരുടെ എല്ലാവരുടെ മുമ്പിൽ ആ താലിമാല പിടിച്ച് വലിച്ച് നീ പുറത്തേക്ക് പിടിച്ച് തള്ളിയിട്ടിട്ട് അവനെ വേണ്ടാന്ന് നീ പറയണം. ഒരിക്കൽ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് അവൻ നിന്നെ വേണ്ടാന്ന് പറഞ്ഞതല്ലേ, അതുപോലെ നീയും അവനെ വേണ്ടാന്ന് പറയണം. കാവ്യെ, അങ്ങനെ വേണം ഈ കാര്യത്തിൽ പകരം വീട്ടാനായിട്ട്. മനസ്സിലായോ നിനക്ക്? നിന്നെ ഒരു സമയത്ത് അവൻ എല്ലാവരുടെ മുമ്പിലല്ല വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത് കതിർ മണ്ഡപത്തിൽ നിന്ന്. അതേ അവസരം നിനക്കിപ്പോ വീണ് കെട്ടിയിരിക്കുകയാണ്. അഞ്ജലി ഇല്ലാതായിക്കനെ അവൻ നിന്റെ കഴുതി താലി കെട്ടാൻ വേണ്ടി വരും. ആ സമയത്ത് നീ അവനെ വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിക്കനെ എന്തായിരിക്കും? അടിപൊളിയായിരിക്കില്ലേ? അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാനാണ് പറഞ്ഞത്, നീ സമാധാനമായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ കാവ്യക്ക് ഭയങ്കര സന്തോഷമാവാണ്. കൊള്ളാം, അത് നല്ലൊരു പ്രതികാരമാണല്ലോ എന്ന് കാവ്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അമ്പാടിനെയാണ്. അമ്പാടി നേരെ അഞ്ജലിയുടെ വീട്ടിലേക്ക് പോയിരിക്കട്ടെ. അഞ്ജലിയുടെ സ്കൂട്ടി സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ അഞ്ജലി ഇവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. ഹലോ, ഇവിടെ ആരും ഇല്ലേ, ഇവിടെ ആരും ഇല്ലേ എന്ന് ഒച്ചത്തെ വിളിച്ച് ചോദിക്കുകയാണ് അമ്പാടി. ആ ഒച്ച ശബ്ദം അകത്ത് നിന്ന് കേട്ടിട്ട് നമ്മുടെ ശ്യാമള പറയുന്നുണ്ട്, എടി ആര്യ, ആ രമണി ചേച്ചിയുടെ മകനായിരിക്കും അത്, ബ്ലൗസ് കൊണ്ടേ കൊടുക്ക് എന്ന് പറയാണ്. അപ്പോഴേക്കും അമ്പാടി, രമണി ചേച്ചിയുടെ മകനോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ആര്യ പുറത്തേക്ക് വരുന്നുണ്ട്. ഹലോ, ഞാൻ അമ്പാടി, ഇവിടെ വേറെ ആരുമില്ലേ എന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ശ്യാമളും ശിവരാമനൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഹലോ, ഞാൻ അമ്പാടി, എന്നെ മനസ്സിലായില്ലേ? എന്താ? അതെ, ഞാൻ അഞ്ജലിനെ അന്വേഷിച്ചു വന്നതാ. അഞ്ജലി ഇവിടെ ഇല്ല, അവളവളുടെ ഭർത്താവിന്റെ വീട്ടിലാ, വേണമെങ്കിൽ നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കും, അവളെ കാണാം എന്ന് ആര്യ പറയാണ്. അയ്യോ, ഞാൻ അവിടെ പോയി അന്വേഷിച്ചായിരുന്നു. അപ്പോ അഞ്ജലിയുടെ ചേച്ചി ഉണ്ടല്ലോ അനുപമ, അവരാ പറഞ്ഞത് അഞ്ജലിനെയും അതുപോലെ തന്നെ അർജുനെയും ഇന്നലെ തന്നെ അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടു. അയ്യോ, എന്റെ മോളെ ആട്ടി ഇറക്കി വിട്ടുവെന്നോ? അതെ, അവർ രണ്ടുപേരും ഇന്നലെ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടെന്നാ പറഞ്ഞത്. പിന്നെ ഇതൊക്കെ പറഞ്ഞത് ആ അനുപമയാണ്. അവളുടെ സ്വഭാവം അറിയാലോ, വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേക്കും ശ്യാമള പറയുന്നുണ്ട്, ഈശ്വര, ഇനി ആ പയ്യൻ എന്റെ മോളെയും കൂട്ടിക്കൊണ്ടു പോയിട്ട് ചതിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണോ എന്ന് പറയുമ്പോ അമ്പാടി പറയുന്നുണ്ട്, നോ, അങ്ങനെ ഒരിക്കലും പറയരുത്. അർജുൻ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പയ്യനല്ല. ഇവിടെ കിടക്കുന്ന ഈ സ്കൂട്ടർ ഉണ്ടല്ലോ, അതിനെ പോലും ഒരു കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്പാടി പഴയ കാര്യങ്ങളൊക്കെ പറയാണ്. അഞ്ജലി സ്കൂട്ടർ വെക്കാൻ പോയപ്പോ അത് വലിയ വില കൊടുത്ത് നമ്മുടെ അർജുൻ വാങ്ങിച്ചതും തിരിച്ച അഞ്ജലിയുടെ കയ്യിൽ കൊടുത്തതും എല്ലാം തന്നെ ആലോചിക്കുകയാണ് നമ്മുടെ എല്ലാ നിരപ്പത്തിൽ തുറന്നു പറയാണ് നമ്മുടെ അമ്പാടി കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ശ്യാമളക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അമ്പാടി പറയുന്നുണ്ട്, അർജുൻ വളരെ നല്ലൊരു പയ്യനാണ്, അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് വേണ്ടത് രാഘവനുടെ മകനായിട്ട് ജനിച്ചതാണ്. പക്ഷെ അത് മാത്രമേ അവൻ മറച്ചു വെച്ചുള്ളൂ, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചീത്ത പയ്യനൊന്നും അല്ല അർജുൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശിവരാമൻ പറയുന്നുണ്ട്, മതി, ഒന്നും ഇനി പറയണ്ട, അഞ്ജലി ഇപ്പൊ ഇവിടെ ഇല്ല, അവൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലാണ്, അവളെ കുറിച്ച് എനിക്കൊന്നും അറിയുകയും വേണ്ട, പറയാനുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവരാമൻ അകത്ത് കയറി പോവാണ്. അമ്പാടി അത് കണ്ടിട്ട് എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ അമ്പാടി നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.